പ്രിയപ്പെട്ടവരെ വലത് കൈ ഉയർത്തി എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ വിദ്യാലയ കലാലയങ്ങളെയും ഞങ്ങളുടെ ആതുര കേന്ദ്രങ്ങൾ, സോഷ്യൽ സർവീസ് സെന്ററുകളെയും കർത്താവേ നീ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപയും അനുഗ്രഹം ഒന്ന് വർഷിക്കണമേ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ, നന്ദി യേശുവേ, നന്ദി പിതാവേ. പ്രത്യേകമായി അപ്പപാത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവായ ഈശോയെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അപ്പത്തെയും അന്നത്തെയും കർത്താവെ ഇത് വിതരണം ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ വില തീരാത്ത തിരുരക്ത സംരക്ഷണത്താൽ ഇത് കഴിക്കുന്നവർക്ക് അത്ഭുതകരമായ സൗഖ്യവും അനുഗ്രഹവും നൽകണമെന്ന് പ്രാർത്ഥിച്ചപേക്ഷ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കാം. നമുക്ക് ഇവിടെവരെ സൗഖ്യകരമായിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കിട്ടിയവരുടെ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. അലീസച്ചൻ അവസാനം സാക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവസാനിപ്പിച്ചത്. നമ്മൾ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി തീരുമ്പോൾ ദൈവാനുഗ്രഹം നമ്മിലൂടെ ധാരാളം ഇറക്കി വെത്തുകയാണ്. നമ്മളൊരു സാക്ഷ്യം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക്, ലോകം മുഴുവനും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവരിലേക്കൊക്കെ വലിയ വിശ്വാസത്തിന്റെ തെളിച്ചം കടന്നു വന്ന് ഹൃദയത്തിൽ അന്ധകാരം മാറി പ്രകാശത്തിന്റെ വലിയ വിളക്കുകളായി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി സാക്ഷി നൽകുന്നത് ആരോമൽ. അനിഷ. 7 വർഷമായിട്ടും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് 5 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഈശോ എനിക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞാനും എന്റെ ഭർത്താവും ഗൾഫിലായിരുന്നു. പലപ്പോഴും അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് ഈശോ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 7 വർഷങ്ങളായി മക്കളില്ലാത്ത ഒരു ദമ്പതിമാരുടെ ഒരു ദുഃഖകഥയ്ക്ക് അവസാനമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴൊക്കെ ഒരു കുഞ്ഞുണ്ടാവുന്ന സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ 7 വർഷക്കാലം ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. ഈശോ അവരുടെ കൂടെ നടന്നു. അവരുടെ ദുഃഖനാളിൽ അവർ പ്രത്യാശ അർപ്പിച്ചു. അങ്ങനെ 5 വെള്ളിയാഴ്ചകൾ, മാസാദി വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് തീശോടെ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി. ആ ഒരുക്കത്തിലാണ് ദൈവമായ കർത്താവ് സംപ്രീതനായി അവർക്ക് ഗർഭധാരണ ശക്തി നൽകുന്നു, ഒരു കുഞ്ഞിനെ നൽകുന്നു, സുഖപ്രസവത്തിൽ കുഞ്ഞിന് ജന്മം നൽകുന്നു. ഇന്നത് സാക്ഷി നൽകുവാനായി നമ്മുടെ മധ്യയിൽ വന്നിരിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നല്ല ദൈവത്തോട് ഈ കുടുംബത്തോട് സ്നേഹം നന്ദി അറിയിക്കാം, മഹത്വപ്പെടുത്താൻ നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട്. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സാക്ഷ്യം നൽകുന്നു മാഗി. എന്റെ പേര് മേഗി, കല്ലൂരിൽ നിന്ന് വരുന്നു. മെയ് 12-ാം തീയതി യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ ലെൻസിലേക്കും ഹാർട്ടിലേക്കും ബ്ലഡ് കയറി ബ്ലോക്ക് വന്ന് ഹോസ്പിറ്റലിലെ ICUല് വെന്റിലേറ്ററിൽ തന്നെ കിടത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു രക്ഷയില്ല, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് ഓക്സിജൻ വെച്ച് അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു രക്ഷയില്ല എന്ന് പറഞ്ഞു. അവിടെ 3 ദിവസം ICUല് കിടന്നു. 3-ാമത്തെ ദിവസം ഇവിടുന്ന് യേശു ചേട്ടൻ ഇവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു, പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റുകൊടുത്ത മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് പൂർണ്ണമായി സൗഖ്യം നൽകി. ICUല് കിടക്കുന്ന സമയത്ത് യേശുനാഥൻ എന്നെ സ്പർശിച്ചു. ഇവിടെ ഈ ജെറുസലേം നാഥനാണ് എന്നെ സ്പർശിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുന്നിൽ വന്നു നിന്നത് ജെറുസലേം നാഥനാണ്. യേശുവേ നന്ദി, യേശുവേ സ്വസ്ഥം. എന്താ പറയുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, ആ ICUല് കിടക്കുന്ന സമയത്ത് ഈ യേശു നേരിട്ട് 10 മിനിറ്റ് നേരം ഇവിടെ അടുത്ത് സംസാരിച്ചു. ഞാൻ 3 പ്രാവശ്യം ഇവിടേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ വചനകൂടാരത്തിലേക്ക് പ്രാർത്ഥനാലയത്തിലേക്ക് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. അതിനുശേഷമാണ് ലങ്സ് ബ്ലോക്കായത്.
ലങ്സ് ബ്ലോക്കായിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇത് ഒരു രക്ഷയില്ല. കാരണം ലങ്സിലെ ഞരമ്പുകൾ വളരെ തിന്നായിട്ടുള്ളതാണ്, കനം കുറഞ്ഞ ഞരമ്പുകളാണ്, അത് ഒരിക്കലും പോയില്ല എന്ന് പറഞ്ഞു ഡോക്ടർമാർ. അങ്ങനെ 3-ാമത്തെ ദിവസം ആ ബ്ലോക്ക് മാറിപ്പോവാണ്. അങ്ങനെ ലങ്സിലെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറയാണ് ഇത് 3-ാം ദിവസം ഇവൾക്ക് ജെറുസലേം നാഥൻ പ്രത്യക്ഷപ്പെട്ട് പെട്ടെന്ന് അതിനുശേഷം സ്കാൻ ചെയ്തപ്പോഴാണ് പറയണേ, ഹാർട്ടിന്റെ ഡോക്ടർമാർ പറയണേ അമൃത ഹോസ്പിറ്റലിൽ അത്ഭുതം നടന്നിരിക്കുന്നു, മഹാ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ജെറുസലേം നാഥന്റെ രൂപം നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് നോക്കുക കേട്ടോ. അത് ആ മൂലയിലായാലും ഈ മൂലയിലായാലും നേരെയായാലും നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ഭക്തയുടെ ജീവിതത്തിന്റെ സന്നിധാനത്തിലേക്ക് ഇനി രക്ഷയില്ല, മരണവുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫോൺ ഇവിടേക്ക് വരുന്നത്. ജെറുസലേം നാഥൻ അവിടെ പോയി നിന്നു, പ്രാർത്ഥിച്ചു, കർത്താവിന്റെ ശക്തി പുറപ്പെട്ടു. അങ്ങനെയാണ് അത്ഭുതം നടന്നതെന്ന് അവിടെ ഡോക്ടർമാർ പോലും സാക്ഷ്യപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച ദൈവത്തെ മറക്കണം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഗനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സാക്ഷ്യം നൽകുന്നു ജുവൽ. എന്റെ പേര് ഓമന. എന്റെ 2ാമത്തെ മകൾക്ക് 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ യൂട്രസിൽ ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞ് ലാപ്രോസ്കോപ്പി ചെയ്തു. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ട് വന്നു. ഞാൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞാനും അവളുടെ പപ്പയും കൂടി വന്നു ഒരാഴ്ചത്തെ ധ്യാനം കൂടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പട്ടത്തച്ഛൻ ഇവിടെ വന്ന് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് അവര് 2 പേരോടും പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുട്ടിക്ക് തീരെ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അതും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു. കുട്ടി ഇപ്പോ 4.5 മാസമായി. നല്ലൊരു മോളെ ദൈവം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം അമ്മ വന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ദൈവം നൽകിയ സമ്മാനമാണ് ഇരിക്കുന്നത്, അച്ഛന്റെ കയ്യിലിരിക്കുന്നത്. ഇതാ ജുവൽ, ഇതാ കയറങ്ങളിരിക്കുകയാണ് ദൈവത്തിന്റെ സമ്മാനമായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് വരാൻ പറ്റില്ല. അമ്മയും അപ്പനും വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തന്റെ മകൾക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ് ജുവൽ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഗനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സാക്ഷ്യം നൽകുന്നു ഷൈജൻ. ഷൈജൻ പുതുക്കാട് നൽകുന്നു. മെയ് 6-ാം തീയതി വലിയൊരു അപകടത്തിൽപ്പെട്ട് ഈ മുഖം അങ്ങനെ തന്നെ ഉള്ളിലേക്ക് പോവുകയും രക്ഷപ്പെടാൻ യാതൊരുവിധ മാർഗമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ജെറുസലേം വചനകൂടാരത്തിൽ എൻ്റെ അമ്മ സ്ഥിരമായി വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ജീവൻ തിരിച്ചു കിട്ടുകയും. എവിടെ വെച്ചാണ് ഷൈജൻ അപകടമുണ്ടായത്? ഒല്ലൂർ വെച്ചാണ് അപകടമുണ്ടായത്. ഒല്ലൂർ വെച്ചാണ് അപകടമുണ്ടായത്. ഈ മുഖം അങ്ങനെ തന്നെ, ഇവിടെ കുറെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉണ്ടാവും, അങ്ങനെ തന്നെ മുഖം അങ്ങോട്ട് കീഴോട്ട് കുഴിഞ്ഞു പോയെന്ന് രക്ഷയിലാന്ന് വിധി എഴുതിയിരിക്കുന്ന ഷൈജനാണ് ഇന്ന് പ്ലാസ്റ്റിക് സർജറിയോടുകൂടി ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇത് ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആക്സിഡന്റ് പറ്റി കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൻ ഹല്ലേലൂയ. ഷൈജൻ കരങ്ങൾ ഉയർത്തി കഥാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ. ആക്സിഡന്റ് പറ്റി വിവിധങ്ങളായ ആശുപത്രി കിടക്കുന്ന എല്ലാ രോഗികളുടെ മേലും കർത്താവെ എന്റെ പ്രത്യേകമായ കൃപ വർഷിക്കണമേ, പരിശുദ്ധാത്മ വർഷിക്കണമേ. ഓക്സിജൻ വലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റ് കിടക്കുന്ന 2 മക്കളുടെ അടുത്തേക്ക് കർത്താവ് ഇതാ വായു വേഗത്തിൽ യാത്രയാകുന്നു, ഇതാ വായു വേഗത്തിൽ യാത്രയാകുന്നു. ഇനി രക്ഷയില്ലാന്ന് വിധി എഴുതിയിരിക്കുന്ന 2 കുടുംബത്തെ രക്ഷിക്കാൻ കർത്താവ് ഈ അൾത്താരിൽ നിന്ന് ആശുപത്രിയിലേക്ക് യാത്രയായിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച കർത്താവ് നമുക്ക് നന്ദി പറയാം.
സാക്ഷ്യം നൽകുന്നു ഇസ മരിയ. എന്റെ പേര് ത്രേസ്യാമ, സ്ഥലം എൽത്തുരുത്ത്. എന്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കൊച്ചുങ്ങളില്ലാതെ വന്നപ്പോൾ തീർച്ചയാനാഥന്റെ സന്നിധിയിൽ 9 ആഴ്ച വന്ന് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇതിന്റെ ഫലമായി ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രാർത്ഥന ഫലമായിട്ട് ഇതാ മറ്റൊരു കുഞ്ഞ്. ഇത് സെപ്റ്റംബർ മാസമാണ്, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ധാരാളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൈകളടിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് നന്ദി പറയാം. അമ്മയുടെ പ്രാർത്ഥന 4 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ നൽകാൻ ദൈവം തീരുമാനിച്ചായി. കാരണം ഉയർത്തിയടിച്ച് നന്ദിയോടെ സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുള്ളതേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സാക്ഷ്യം നൽകുന്നു ഡോക്ടർ വിക്ടർ ബീന. ഞാൻ ഭാര്യ ബീനയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ബീനയ്ക്ക് കുറച്ച് നാളുകളായി വിശപ്പ് കുറവുണ്ടായിരുന്നു, വയറ്റിൽ വേദനയുണ്ടായിരുന്നു, വല്ലാത്ത ക്ഷീണമായിരുന്നു. പരിശോധനയിൽ ലിവർ ഡിസീസിൻ്റെന്നാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് വളരെ പ്രയാസമായി. ഞങ്ങൾ ഇവിടെ ജെറുസലേമിൽ വന്ന് പ്രാർത്ഥിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു. അന്ന് ആ സമയത്ത് മാതാവിന്റെ പെരുന്നാളായിരുന്നു. മാതാവിനോടും പ്രത്യേകം പ്രാർത്ഥിച്ചു. ചൗരപിതാവിനോടുള്ള നൊവേന ഞങ്ങൾ ചെല്ലുമായിരുന്നു. പട്ടത്തച്ഛനോട് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോൾ പട്ടത്തച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളൂ, നമുക്കൊന്നും സംഭവിക്കുകയായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ CT സ്കാനിൽ ഇവരിൽ ഒരു ഡിസീസും ഇല്ല എന്നാണ് കണ്ടത്. അതിനുശേഷം ആ അവസരത്തിൽ തന്നെ ഞങ്ങളുടെ കൊച്ചുമോൾ അന്ന, അവൾക്ക് ന്യൂമോണിയ ബാധിച്ചിരുന്നു, വളരെ കൂടുതലായിരുന്നു. അതും പൂർണ്ണമായി ഭേദമായി. ഈ 2 സന്ദർഭങ്ങളിലും ഈശോ നേരിട്ട് ഇടപെട്ട് പൂർണ്ണമായി സൗഖ്യമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തുതി. ഡോക്ടർ വിക്ടർ എന്നും ഇവിടെ വന്ന ദൈവത്തിന്റെ സന്നിധി പ്രത്യേകമായി വിക്ടറും കുടുംബവും വളരെ സുപരിചിതമായ ഒരു ജെറുസലേം വചന കൂടാരത്തിന്റെ ഒരു സ്നേഹ കുടുംബമാണ് ബീന വിക്ടർ കുടുംബം. അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ പലപ്പോഴായിട്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ ഇവിടെ ഈ കുടുംബത്തെ ഡോക്ടർ വിക്ടർ തന്നെ ഇവിടെ സാക്ഷ്യം നൽകിയിട്ടുണ്ട്. ഇന്നിതാ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞപ്പോൾ വളരെ അസ്വസ്ഥമായിട്ടാണ് 2 പേരും വന്നത്. അന്ന് മാതാവിന്റെ 8 നോമ്പിന്റെ ദിവസമാണ്. ഇവിടെ കൂട്ടപ്രാർത്ഥന നടക്കുന്ന സമയമാണ്. സാധാരണ ഞാൻ എഴുന്നേൽക്കാറില്ല, പക്ഷേ ബീന മാതാവിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീർത്തുള്ളി വീഴുന്ന ഞാൻ കണ്ടു. ഞാൻ സ്നേഹിക്കുന്നൊരു കുടുംബമാണ്, മാതാവിന് ഭക്തിയുള്ള കുടുംബമാണ്. അടുത്ത് ചെന്ന് പോകാൻ ഒരുമ്പികൾ പോയി ശിരസിൽ കഴിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, ധൈര്യമായി പോയിക്കൊള്ളുക, ഈ അസുഖത്തിന്റെ ഒരു കണിക പോലും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകില്ല, അമ്മ കൂടെ വരുന്നതായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് CT സ്കാൻ എല്ലാവിധ ചെക്കപ്പ് നടത്തി കഴിഞ്ഞിട്ട് ലിവറിനോ ഹൃദയത്തിനോ യാതൊരു തരത്തിലും അസുഖമില്ല എന്ന് അവിടുന്ന് സർട്ടിഫൈ ചെയ്തുകൊണ്ടാണ് ഡോക്ടർ എന്നെ വിളിച്ചറിയിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് ഈ വലിയ സാക്ഷ്യത്തെ ഓർത്ത് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അനേകം ആശുപത്രികളിൽ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് പേടിച്ചു വരേണ്ട കിടങ്ങ് എല്ലാ രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതേ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഡോക്ടർ വിക്ടർ ഒരു പെഡിയാട്രിക്സാണ്. കുന്നംകുളത്ത് ഭാര്യ ബീന സ്ഥിരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റു വരുന്ന ഒരമ്മയുമാണ്. തീർച്ചയായിട്ടും ആ അമ്മയെ പരിശുദ്ധ അമ്മയാണ് കത്ത് പരിപാലിച്ചതെന്ന് കൃത്യമായി അറിയിക്കുകയാണ്. കുന്നംകുളമല്ല, വടക്കാഞ്ചേരിയിൽ നിന്നും ഇത്രയും ഇവിടേക്ക് ദൂരത്തിൽ നിന്ന് ഇവിടെ കടന്നു വരുന്നത്. അപ്പൊ ഇവിടെ വരെ നമുക്ക് സാക്ഷ്യം കേൾക്കാം. സാക്ഷ്യം അമൽസൻ. എന്റെ പേര് സോഫി, ഞാൻ ചെറുനെല്ലൂരിൽ നിന്ന് വരുന്നു. എവിടെ നിന്നാണ്? ചെറുനെല്ലൂർ, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. മോന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ 7 വെള്ളിയാഴ്ച ഇവിടെ നിയോഗം വെച്ച് വന്ന് പ്രാർത്ഥിച്ചിരുന്നു. 3ാമത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു മോൾക്ക് വിശേഷം ഉണ്ടെന്ന്. അങ്ങനെ
മോന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മോനെ നൽകി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇപ്പൊ മോന് എത്ര വയസ്സായി? 1.5 വയസ്സായി. 1.5 വയസ്സായി. കാലഘട്ടം മുതൽ എവിടെയായിരുന്നു? അവരിവിടെ ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു? ഖത്തറിലായിരുന്നു. ഇതാ 1.5 വയസ്സ് കഴിഞ്ഞിട്ട് അമ്മ തന്റെ കുഞ്ഞു പേരക്കുട്ടിയും കൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അമൽസൻ, നമുക്ക് കത്തോടെ നന്ദി പറയാം. ദൂരങ്ങളിലായിരിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്ത് വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ അതിന് സാക്ഷ്യം നൽകാൻ നന്ദി പറയാൻ വരിക എന്ന് പറഞ്ഞ വലിയ ദൈവകൃപയാണ്. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സാക്ഷ്യം നൽകുന്നു നീതു. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് നീതു. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരണേ. ഞാനിവിടെ ഈ 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്. ഞാൻ സാക്ഷ്യം പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ വിസ ശരിയായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ ഹസ്ബൻഡ് എന്റെ കല്യാണം കഴിഞ്ഞ ജനുവരിയിലായിരുന്നു, 2014 ജനുവരിയിൽ. അപ്പൊ അന്ന് ആള് വർക്ക് ചെയ്തിരുന്നത് ഖത്തറിലെ, ആള് എഞ്ചിനീയർ ആണ് അവിടെ ഒരു മലയാളി കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോ അവിടുത്തെ എങ്ങനെയാന്ന് വെച്ചാൽ ആളുടെ സാലറിയും കുറവായിരുന്നു, അതുപോലെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഫാമിലി സ്റ്റാറ്റസും ആ കമ്പനി കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ആള് വേറൊരു ജോബിന് ട്രൈ ചെയ്തിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആൾക്ക് ദുബായില് ഒരു ഫ്രാൻസ് കമ്പനിയുടെ നല്ലൊരു ഓഫർ കിട്ടി. സാലറിയും കൂടുതലാണ്, വൈഫിനെ കൊണ്ടുപോകും ചെയ്യാം. അപ്പൊ ആ ഒരു സന്തോഷത്തില് ആള് വേറൊന്നും ചിന്തിച്ചില്ല. ഓഫർ ലെറ്റർ കിട്ടിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് ആള് നാട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് വിസ അവർക്ക് വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞത് ഓഗസ്റ്റ് 1 ജോയിൻ ചെയ്തോളൂ, വിസ അതിന്റെ ഉള്ളിൽ എന്തായാലും റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു മെയ് 20 ഒക്കെ ആയപ്പോഴും വിസ റെഡി ആവാണ്ടായപ്പോ പിന്നെയും ഞങ്ങള് അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞ് നിങ്ങൾ എന്തായാലും ഓഗസ്റ്റ് 1 ദുബായിക്ക് പോന്നോ, 2 ദിവസത്തിനുള്ളിലൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും വിസ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ് ആളൊരു മെയ് 30 ആള് ദുബായിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയണേ കുറെ പേപ്പർ വർക്കിന്റെ എന്തൊക്കെയോ പ്രശ്നം കാരണം ആളുടെ വിസ ഇനിയും വൈകും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആള് പോയത് വിസിറ്റിംഗ് വിസ 3 മാസത്തേക്കുള്ള കൺവേർട്ടബിൾ വിസ എടുത്തിട്ടാണ് പോയത്. അപ്പൊ ആള് പറഞ്ഞു ഞാൻ എന്തായാലും വിസ വാങ്ങിച്ചിട്ട് വരണുള്ളൂ എന്ന് പറഞ്ഞ് ആളവിടെ ആളുടെ ചെലവിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഉള്ള ജോലിയും കളഞ്ഞ് ദുബായിൽ തന്നെ പോയി കിടക്കണോണ്ട്. അപ്പൊ ആളുടെ ആന്റി സിസ്റ്ററാണ്. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, നീതു പരിശുദ്ധ അമ്മോട് നിയോഗം വെച്ച് എല്ലാ ദിവസവും കൊന്തെത്തിക്കാൻ. എന്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ആകെ കുടുംബ പ്രാർത്ഥന മാത്രം ചെല്ലുന്ന ഒരാളാണ്, അല്ലാണ്ട് സ്വന്തമായിട്ട് സെൽഫ് പ്രെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചേട്ടന്റെ പപ്പയും മമ്മിയും രാവിലെ പള്ളിയിൽ പോവാനായിട്ട് വിളിക്കുമ്പോ ഉറക്കം കാരണം മടിച്ച് പള്ളിയിലും എല്ലാ ദിവസവും പള്ളിയിൽ പോവാറില്ല. ശനിയും ഞായറാഴ്ച ദിവസം പോവും, ശനിയാഴ്ച വല്ലപ്പോഴും പോണ ഒരാളായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സങ്കടം യേശു തന്നപ്പോ, ഇങ്ങനൊരു പരീക്ഷണം തന്നപ്പോ ഞാൻ അന്നൊട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എനിക്ക് കിട്ടുന്ന സമയത്തല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ കിട്ടുമ്പോ എപ്പോഴും TV ആണേ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എപ്പോഴും കൊന്തെത്തിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് മൊത്തം കഴിഞ്ഞു. ഒരു ഓഗസ്റ്റ് 30 ആയിട്ടും വിസേനെ കുറിച്ച് ഒരു അനക്കല്ലാണ്ട് ഇപ്പൊ പിന്നെയും ആകെ വിഷമമായി, വിശ്വാസമൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു രീതിയായി. അപ്പൊ ചേട്ടന്റെ ആന്റി പറഞ്ഞു, ഞാൻ ഇതുവരെ ധ്യാനം ഇങ്ങനെ താമസിച്ചുള്ള ധ്യാനം കൂട്ടിയിട്ടില്ല. ഞാൻ പഠിച്ചത് സഹൃദയ കൊടകരയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടുത്തെ സിസ്റ്റർമാർ ഇങ്ങനെ 3 ദിവസത്തോളം ധ്യാനം വെക്കും, അതിനും മാത്രമേ പങ്കെടുക്കാറുള്ളൂ, അല്ലാതെ ഇങ്ങനെ താമസിച്ചിട്ടുള്ള ഒരു ധ്യാനം ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പൊ പറഞ്ഞു, നീതുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്ക് വെച്ചേനെ, നീതു പോയി താമസിച്ചുള്ള ധ്യാനം കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിന് 3-ാമത്തെ ദിവസം ആരാധനയുടെ ഇടയ്ക്ക് പനക്കലക്ഷം പറഞ്ഞു, വിസ കിട്ടാണ്ട് വിഷമിച്ചിരിക്കണ 2 പേരുടെ വിസ തടസ്സം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും അത് എന്റെ ആയിരിക്കില്ല, വേറെയും കുറെ പേര് വിസയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവരാരെങ്കിലും ആയിരിക്കും എന്നുള്ള ഒരു തോന്നലായിരുന്നു. അപ്പൊ അത് ഞാൻ എന്റെ റൂംമേറ്റ്സിനോടും പറഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം കൗൺസിലിങ്ങിന് ഞാൻ ചെന്നിട്ട് എന്റെ ഈ സങ്കടം കരഞ്ഞിട്ട് തന്നെ അവിടുത്തെ ആ സിസ്റ്ററല്ല അവിടുത്തെ ചേച്ചിയോട്, കൗൺസിലിംഗ് നടത്തുന്ന ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, വിസയുടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ, വിസ റെഡി ആയെന്നാണ് പരിശുദ്ധാത്മാവ് കാണിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും വിശ്വാസമായി എനിക്ക്, ചേട്ടന്റെ വിസ റെഡി ആയിട്ടുണ്ടെന്ന്.
പിന്നെ ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾക്ക് ഫോൺ കിട്ടിയത്. ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ധ്യാനത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ വൈകിട്ട് ഫോൺ കിട്ടി. റൂമിൽ ചെന്ന് ധ്യാനം കഴിഞ്ഞ് റൂമിൽ ചെന്ന് ചേട്ടന് ഫോൺ ചെയ്തപ്പോ അച്ഛനിത് പറഞ്ഞത് ബുധനാഴ്ച ആരാധനയുടെ ഇടയ്ക്കാണ് പറഞ്ഞ് വിസ തടസ്സം മാറിയെന്ന്. വ്യാഴാഴ്ച രാവിലെ ആൾക്ക് വിസ റെഡിയായി എന്ന് പറഞ്ഞ് മെയിൽ വന്നു എന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധമാണ്. കൈകളടിച്ച് നല്ല ദൈവത്തെ നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വം. സാക്ഷ്യം നൽകുന്നു റീന. എന്റെ പേര് റീന, സ്ഥലം പാഴായി. ഞാൻ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. എനിക്ക് വയറ്റിൽ ഗ്യാസ് നിറയുന്ന അസുഖവും വയറു വീർക്കുന്ന അസുഖവും ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ 2 ആഴ്ചത്തെ മെഡിസിൻ തന്നു. എനിക്കത് കഴിച്ചിട്ടും കുറവൊന്നും ഉണ്ടായില്ല. പിന്നെയും ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ പട്ടത്തച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. പട്ടത്തച്ഛൻ പറഞ്ഞു, മോളെ നിനക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. എനിക്കൊരു പ്രാർത്ഥന തന്നിരുന്നു അച്ഛൻ. ദിവവൈദ്യനും ഔഷധമായ ഈശോയെ എന്നിൽ വന്ന് നിറയണമേ, എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. വീണ്ടും ഞാൻ എൻഡോസ്കോപ്പിക്ക് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ടിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ തിരുരക്ത യോഗ്യതയിലാണ് റീന അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങളുടെ വീടിന്റെ പണി പൂർത്തിയാകാത്ത ഒരവസ്ഥയായിരുന്നു. ഞാനിവിടെ സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സാക്ഷ്യം നൽകുന്നു മേരി ജോൺ. എന്റെ പേര് മേരി ജോൺ. എന്റെ സ്ഥലം ചേറൂർ. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകളാണ്. എന്റെ വലത്തുകൈയിലെ റിസ്റ്റില് ഒരു വലിയ മുഴയുണ്ടായിരുന്നു. ആ മുഴ എനിക്ക് വലത്തുകൈ കൊണ്ട് ഒരു ജോലി ചെയ്യുവാൻ സാധിക്കാത്ത ഒരു ഘട്ടമായിരുന്നു. ആ സമയത്ത് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇത് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അത് ഓപ്പറേഷൻ വേണ്ടി വരുന്നു. അത് തന്നെയുമല്ല, അത് ഓപ്പറേഷൻ ചെയ്താൽ വലത്തുകൈ ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാവും, തളരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജെറുസലേം നാഥനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ജെറുസലേം നാഥനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇവിടുത്തെ വിളക്കിലെ എണ്ണ കൊണ്ടുപോയി ആ മുഴയിൽ ദിവ്യവൈദ്യനും ഔഷധമായ ഈശോയെ എന്റെ ഈ മുഴയിൽ വന്ന് നിറയണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 9 ആഴ്ച ദിവ്യകാരണത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയും അതിന്റെ മൂലം എനിക്ക് അവിടുന്ന് ഈശോ എന്നെ രോഗസൗഖ്യം നൽകുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എവിടെയാണ് മഴയുണ്ടായിരുന്നത്? കാണിച്ചു കൊടുത്തു. ആ ലിസ്റ്റിൽ കാണുന്ന ആ സ്ഥലത്താണ് ഒരു വലിയ മുഴ, ഒരു ചെറിയതായിട്ടാണ് അവൻ പോയിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു എന്റെ ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മേരി ജോൺ ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രേക്ഷിതയുമാണ്. കൈയടിച്ച് കർത്താവിനോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ സാക്ഷി നൽകുന്നു ജോയ്. എന്റെ പേര് ജീന, വടൂരിൽ വരുന്നു. എന്റെ ഭർത്താവ് ജോയ്ക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഒരു വയറുവേദന ശബ്ദം വന്നു. അങ്ങനെ ഹോസ്പിറ്റലായപ്പോൾ പറഞ്ഞു പാൻക്രിയാസിൽ ഇൻഫെക്ഷനാണ്. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേന് അറിയിക്കേണ്ടവർക്ക് അറിയിച്ചോളം പറഞ്ഞു. അപ്പോൾ തന്നെ ജെറുസലേം പറയുന്നത് ഇവിടേക്ക് പ്രാർത്ഥന സഹായം വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ പട്ടത്തച്ഛൻ ICUവിൽ വന്ന് കണ്ടു. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു പ്രാർത്ഥന തന്നു. ദിവ്യവേദന ഔഷധമായി ഈശോയെ എന്റെ ഭർത്താവിനെ അങ്ങനെ രക്തം കൊണ്ട് കഴുകി സ്നേഹിച്ച് സുഖപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് വന്നെന്ന് പറയുന്ന പ്രാർത്ഥന 24 മണിക്കൂർ അടുത്ത ദിവസം ഈ സമയം വരെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് പറ്റാത്ത സമയത്ത് എന്റെ ചേച്ചിമാർ എല്ലാവരും കൂടി അങ്ങനെ ചൊല്ലി പൂർത്തിയാക്കി. പിറ്റേ ദിവസം 12 മണിയാകുമ്പോൾ കാണാനുള്ള സൗകര്യമില്ലായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഓക്സിജന്റെ മാസ്ക് ഒക്കെ എടുത്തു. തന്നെ കരിക്കും വെള്ളം സ്ട്രോ വെച്ച് കുടിച്ചു. അച്ഛൻ പറഞ്ഞത് 5:30 ആകുമ്പോഴത്തെ അതിന് മുന്നേ എന്നെ എന്റെ ഭർത്താവിന് സൗഖ്യം തന്ന അനുഗ്രഹിച്ചത് യേശുവെ, അമ്മയും മാതാവും മധ്യസ്ഥന് പ്രത്യേകം നന്ദി യേശുവെ നന്ദി. 24 മണിക്കൂറും ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ കുറച്ചേരൊക്കെ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഈ പ്രാർത്ഥന നിരന്തരമായി ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കണം. അതാണ് കർത്താവ്. പരിമളധൂപം പോലെ പ്രാർത്ഥനകൾ ഉയരുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇന്റൻസിവ് കെയർ യൂണിറ്റിന് ഇറങ്ങി വന്നിട്ട്
ജീനയോട് ഈ വാർത്ത അറിയിക്കുന്നത്. 24 മണിക്കൂർ സമയം ഇടവിടാതെ പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം ഈ സമയമാകുമ്പോൾ ഒരത്ഭുതം നടക്കുമെന്ന്. അത്ഭുതം 24 മണിക്കൂർ തീരുന്നതിനേക്കാൾ മുൻപേ തന്നെ അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യമാണ് ഉണ്ടായത്. മാസ്ക് എല്ലാം മാറ്റി സ്വതന്ത്രമായിട്ട് ഭക്ഷണം കഴിക്കാനും കരിക്കിന്റെ വെള്ളം കുടിക്കാനും ദൈവം കൃപ കൊടുക്കുകയാണ്. കരങ്ങൾ ഉയർത്തി, പ്രിയപ്പെട്ടവരെ, ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് കഥാനെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, വിവിധങ്ങളായി ഇന്റൻസിക്കാർ യൂണിറ്റ് കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചായി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നേഴ്സുമാര് പ്രത്യേകമായി തങ്ങളെ ശുശ്രൂഷിക്കുന്നവർക്ക്, ഡോക്ടർമാർ തങ്ങളെ ശുശ്രൂഷിക്കുന്ന തന്റെ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇനി രക്ഷയില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് ആശുപത്രി കിടന്ന് വാവിട്ട് കരയുന്ന ഒരമ്മയുടെ കരച്ചിലിതാ ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട്. അവളെ ആശ്വസിപ്പിക്കാൻ കർത്താവിത കര നീട്ടിപ്പിടിക്കുന്നു. ദൂരത്തിന് മേൽ അധികാരമുള്ള കർത്താവേ, സമയത്തിന് മേൽ അധികാരമുള്ള കർത്താവേ, ആ അമ്മയുടെ കരച്ചിൽ നിർത്തി ഈ അൾത്താരിൽ ഇത് സാക്ഷ്യം നൽകാനായിട്ട് വരം കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഈ ആഴ്ചയിൽ ധ്യാനത്തിൽ കൂടിയ ഇട്ടുണ്ട് സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വചനം തന്നെ പറയുന്നു. ഹബക്കൂക്ക് 1:5. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഞാൻ ഈ വചനം പറഞ്ഞത് എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചിരുന്നത് പല നാളുകളിലായിട്ടും എൻ്റെ ഭാര്യയിലൂടെയായിരുന്നു. എന്നാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഈ ധ്യാനമൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭാര്യയുടെ വിശുദ്ധിയാണെന്നുള്ള ബോധ്യം. ഈ ധ്യാനത്തിൽ വന്ന് ഈ നിമിഷം വരെ ഞാൻ കരയായിരുന്നു. അവളുടെ വാക്കുകൾ വന്ന് കേട്ടിരുന്നെങ്കിൽ ഞാനിങ്ങനെ പല ചതിക്കുഴികളുടെ വീടില്ലായിരുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത്, ഞാൻ 30 ലക്ഷത്തിലേറെ കടബാധ്യത ഈ അടുത്ത നാളുകളിലായിട്ട് സംഭവിച്ചതാണ്. എനിക്ക് ഒരു സഹോദരൻ, വളരെ എൻ്റെ അടുത്ത സുഹൃത്ത്, ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ഈ ബിസിനസ് എനിക്ക് തന്നു, എന്നെ ഏൽപ്പിച്ചു. അത് ഒരു നേരായ വഴിയിലല്ലായിരുന്നു. ആ നിലയ്ക്ക് പിന്നെ എനിക്ക് തുടരുന്ന താല്പര്യമുണ്ടായില്ല. ആ സഹോദരൻ കൊണ്ട് വന്നാൽ ഞാൻ തിരിച്ചെടുത്തേക്കാന്ന് പറഞ്ഞു. ആ പണം ആ സഹോദരൻ എനിക്ക് തന്നില്ല. അങ്ങനെ എനിക്ക് ആ ഒരു ബിസിനസിന്റെ മുകളിൽ 10 ലക്ഷം രൂപ 6 മാസം കൊണ്ട് 3-4 മാസം കൊണ്ട് നഷ്ടം സംഭവിച്ചു. പിന്നെ എൻ്റെ ചില വ്യക്തിപരമായ എൻ്റെ ഭാര്യ പറഞ്ഞനുസരിച്ചെങ്കിൽ എനിക്ക് പലതും സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ വേറെയും ചില കാര്യങ്ങളിൽ എനിക്ക് 10-20 ലക്ഷം രൂപ, അതായത് 30 ലക്ഷത്തിന്റെ മുകളിൽ ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ ആ വലിയ ധർമ്മസങ്കടമായിട്ടാണ് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നെങ്കിലും എനിക്ക് ഇവിടെ വന്ന നിമിഷം മുതൽ എൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ ദൈവവാക്യാന്ന് കണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ആകെ 2 കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്. കർത്താവേ, ഈശോയെ, എനിക്ക് നിന്നോടുള്ള ദാഹം വർദ്ധിക്കണം, പരിശുദ്ധാത്മാവിനുള്ള ദാഹം എനിക്ക് വർദ്ധിക്കണം. ഈ ദാഹം വർദ്ധിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 68 വയസ്സിനുള്ളിൽ ഇത്രയും കരഞ്ഞ് കൂട്ടിയ ഒരു ധ്യാനം ഉണ്ടായിട്ടില്ല, നിമിഷം ഉണ്ടായിട്ടില്ല. അത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് തന്നെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഡേവിസ് അച്ഛൻ അവിടെ വന്ന് പറഞ്ഞു, 2 വ്യക്തികളെ കടബാധ്യത ദൈവം മോചിപ്പിക്കുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അതൊരാൾ ഞാൻ തന്നെയാണ്. അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു, അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ തോളിലടി, മോനെ അപ്പച്ച ഒരു പ്രശ്നമില്ല, അതെല്ലാം ശരിയായി പറഞ്ഞോട്. അത് ഞാൻ വിശ്വസിച്ചു. ഇന്നലെ ധ്യാനം കഴിഞ്ഞ് പുരുഷന്മാർക്ക് പോയി ആദ്യം ഫോൺ മേടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പോയി മേടിച്ച് എൻ്റെ ഭാര്യയ്ക്ക് വിളിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, നമ്മുടെ എൻ്റെ അപ്പന്റെ പേരിലുള്ള ഭൂമിയാണ്, ആ ഭൂമി വിറ്റ് കടം വീട്ടാനുള്ള തീരുമാനം അപ്പച്ചനെടുത്തു, ഭാര്യയുടെ അപ്പച്ചൻ. അതനുസരിച്ച് ഇത് ഭൂമിയിലെ തടസ്സങ്ങളൊക്കെ മാറി ആ ഭൂമിയിലെ വിൽപ്പന നടന്നപ്പോൾ ഏറെ സന്തോഷം എനിക്കല്ലേ. അച്ഛനോട് ഇന്നലെ പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞു, സന്തോഷമായില്ലേ? സന്തോഷമായി. ഈ 2ാമത്തെ സാക്ഷ്യം, എനിക്ക് ഇവിടെ മുട്ട് മടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം അറിയാതെ 2 ദിവസം അച്ഛന്റെ ആരാധന നിമിഷങ്ങളിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, എന്തെങ്കിലും സംഭവിക്കട്ടെ, കാലിൽ ഒടിഞ്ഞു പണി പോട്ടെ എന്ന് വെച്ച്. അങ്ങനെ 2 ദിവസം
മുട്ടുകുത്തി ആരാധനയിലും വിശുദ്ധയിലും എനിക്ക് ഏറെക്കുറെ സമയം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു കൃപ എനിക്ക് ലഭിച്ചു. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി അന്നും ആ നിമിഷം ഈ നിമിഷം വരെ മാതാവും ഔസേബലും ഉണ്ണീശോയും എന്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചത് ഇത്രയായിരുന്നു, എനിക്ക് ഈശോയോടുള്ള ദാഹം വർദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള കൃപ വർദ്ധിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകളടിച്ച് അതാരെ സ്തുതിക്കാം. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി അതാരെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മറിയ ഔസേപ്പിന്റെ പ്രത്യേക ഭക്തനായിരുന്നു ചാവറയച്ചൻ. ചാവറയച്ചന്റെ നൊവേനയ്ക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. കരങ്ങൾ ഉയർത്തി അടിച്ച് ഉയർത്തി അതാരെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമുയർത്തി കർമ്മലയുടെ ചൈതന്യമായ ചാവറ പിതാവേ, ഈശോ മറിയ ഔസേപ്പിന്റെ പ്രത്യേകമായി ഭക്തനായിരിക്കുന്ന ചാവറ പിതാവേ, നിന്റെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ കടബാധകളെല്ലാം വിട്ടുപോകട്ടെ, തീരാ ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, മാറാ രോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശുവേ